മാനവ സ്നേഹമാണ് മാധവ സ്നേഹം. മനസ്സിലായോ? അടുത്തിരിക്കുന്ന അനുജനെ കാണാൻ കണ്ണുകളില്ലാത്തവൻ അരൂപിയായ ദൈവത്തെ എങ്ങനെ കാണും? അതുകൊണ്ട് മനുഷ്യ സ്നേഹം, മാനവിക ബോധമുണ്ടാക്കാൻ തേജസ്വിനാവധീതമസ്തു, അതാണ് ഒരാളോട് വിദ്വേഷമില്ലാതെ. അതുകൊണ്ട് ഈ അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോ മനസ്സിൽ 2 ലിസ്റ്റ് ഉണ്ടാക്കുക. 2 ലിസ്റ്റ്. ഒന്ന്, എനിക്ക് വെറുപ്പുള്ള ആളുകൾ ആരൊക്കെ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എനിക്ക് ആരോടെല്ലാം ദേഷ്യമുണ്ട്, ലിസ്റ്റ് ഉണ്ടാക്കുക. 2, എന്നെ വെറുക്കുന്നവരാരൊക്കെ. എന്നെ വെറുക്കുന്നവരാരെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആള്, ഇപ്പൊ നിങ്ങൾ അറിയാണ്ട് വെറുത്തിട്ട് നമ്മൾ അറിയില്ല. എന്നെ വെറുക്കുന്നവരാരൊക്കെ, ഈ 2 ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ 2 ലിസ്റ്റിലും ഓരോ ദിവസവും നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് ഓരോ പേര് വെട്ടാൻ. ഇങ്ങനെയാ വെട്ടുക. എനിക്ക് വെറുപ്പുള്ളവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സ് പറഞ്ഞാൽ പോരാ. നമ്മൾ തമ്മിൽ വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചയുണ്ടെങ്കിൽ അത് തീർക്കാൻ മുൻകൈയെടുക്കാൻ ഒരാളേ ഉള്ളൂ ലോകത്ത്. അതാരാ? ആരാത്? ദൈവമാണോ? അല്ല. ഒന്ന് എഴുതുക, ഇംഗ്ലീഷിൽ വായിക്കുക. ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം. ഒന്ന് എഴുതി ഇംഗ്ലീഷിൽ എന്താ വായിക്കുക? ഐ എന്ന. ഐ എന്ന വാക്കിന് എന്താ അർത്ഥം? ഞാനാണ് പോയിട്ട് മിണ്ടേണ്ടത്. മനസ്സിലായോ? അതിന് പകരം യു, നീ മിണ്ടിയാ ഞാൻ മിണ്ടാ, ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് നമ്മുടെ കുടുംബ വീട്ടുകാർ, അയൽവാസികൾ, നാട്ടുകാർ ആരോടെന്നും വെറുപ്പുണ്ടെങ്കിൽ പോയിട്ട് നിങ്ങൾ മുൻകൈയെടുത്ത് മിണ്ടുക. മനസ്സിലായോ? വർത്തമാനം പറയാ. ഈ 2 ലിസ്റ്റിലും ഓരോ പേരും വെട്ടുക. എന്തിനു വെറുക്കുന്നു? ഈ വെറുപ്പ് കൊണ്ട് നടന്നാ മരിച്ചു കഴിഞ്ഞാല് ആ വെറുപ്പ് കൊണ്ടുപോവാ? ഇല്ല. എല്ലാം ഒരുപോലെയല്ലേ? അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹത്തിൽ ജീവിക്കുക. അതിന് നമ്മൾ മുൻകൈ എടുക്കുക. ഞാനിത് ഒരു ക്ലാസ് എടുത്തിട്ടുള്ള അനുഭവം അറിയോ? LIC-ക്കാർക്ക് ഒരു ക്ലാസ് എടുത്തു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കേളകത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എൻ്റെ വീട്ടിൽ വന്നു. രാവിലെ വന്നു. ഞാൻ നേരം പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ഇരുന്ന ആളാണ്. എന്താ വന്ന്? അതൊരു കാര്യം പറയാൻ വന്നു. എന്താ? നിങ്ങൾ പറഞ്ഞല്ലോ ഞാനാ മുൻകൈ എടുക്കേണ്ടത്. ആടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇയാൾ ഒരേ പായി കിടന്നുറങ്ങി വളർന്നതാണ്. ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച. പക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ തമ്മാമ തെറ്റിയിട്ട് തമ്മാമല് മിണ്ടലില്ല. യോഗത്തിന് പോയാൽ, 2 മെമ്പറാ, യോഗത്തിന് പോയാൽ മുഖത്തോട് മുഖം നോക്കില്ല. ഇവര് അത്രയും വലിയ സുഹൃത്തുക്കളായിരുന്നു. അത്രയും തെറ്റിപ്പോയി. നിങ്ങൾ പറഞ്ഞല്ലോ ഞാനാ മുൻകൈ എടുക്കേണ്ടത്. എന്നാ പിന്നെ അതൊന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അവന്റെ ലാൻഡ് ഫോണിലേക്ക് ഡയൽ ചെയ്തു. മൊബൈലിൽ എൻ്റെ നമ്പർ കണ്ടവൻ എടുക്കൂല, കട്ടാക്കും. ലാൻഡ് ഫോണിൽ നമ്പർ കാണൂലല്ലോ. അപ്പോൾ അവൻ ഫോൺ എടുത്തു. ആരാന്ന് ചോദിച്ചു. ഞാൻ ഇന്ന ആളാ. എന്താ? എടാ, ഞാനൊക്കെ എന്നോട് സംസാരിക്കണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ സാറേ, നിങ്ങൾ പറഞ്ഞ് എല്ലാം പൊളിഞ്ഞു പോയി. ഓൻ ഒട്ടന്നെ പറയാ, വരണ്ട, ഇങ്ങോട്ട് വരണ്ട, ഫോൺ വെക്ക്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുമെന്ന്. ഓൻ 5 മിനിറ്റ് കൊണ്ട് ജീപ്പ് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുടുംബക്കാരിൽ അത്ഭുതപ്പെട്ടു പോയി. ശത്രുക്കളെ പോലെയുള്ളവർ കെട്ടിപ്പിടിച്ച് കരയുന്നു. 2 കൊല്ലം എന്തിനാ എൻ്റെ ജീവിതം വ്യർത്ഥമാക്കിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 2 കൊല്ലം വെറുപ്പം കൊണ്ട് നടന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? എല്ലാ ടെൻഷനും തോന്നുന്നു. കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ. ഒരു അരച്ചിരി മതി കേട്ടോ, അരച്ചിരി മതി. സാന്ത്വനം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് നിങ്ങൾ? ഉണ്ണി വാവാവോ എന്ന പാട്ടുള്ള നെടുമുടി വേണുവിന്റെ മോൻ മദാമേനെ കല്യാണം കഴിച്ചിട്ട് അച്ഛനും മോനും തമ്മിൽ ഒരു ബന്ധമില്ല. ആ സുരേഷ് ഗോപി മോന അമേരിക്കയിൽ നിന്ന് സുരേഷ് ഗോപിന്റെ മോൾ ഒരു ദിവസം ഈ അച്ചാച്ചനെ കാണാൻ വന്നു, അച്ഛമ്മേനെ കാണാൻ വന്നു. ആദ്യമെല്ലാം ഒന്ന് മസിൽ പിടിച്ചു, പിന്നെ ഇവര് ഭയങ്കര കമ്പനിയായി. കമ്പനി ആയപ്പോ ഇവര് അച്ഛനെ കാണാൻ വരുമ്പോ ആക്സിഡന്റിൽ ഇവളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഞാൻ മരിച്ച വിവരം അച്ഛൻ അറിയരുത് മരണം വരെ. സത്യം ജയിച്ചു. അങ്ങനെ ഇവള് അച്ഛൻ മരിച്ച ദുഃഖമറിയാതെ അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ് അച്ഛമ്മക്ക് സൂക്കേട് വന്നത്. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു അമേരിക്ക കൊണ്ടുപോയി ചികിത്സിച്ചാൽ രക്ഷപ്പെടും. അപ്പൊ നെടുമുടി വേണു ഇവളോട് പറയാ, നീ അച്ഛനെ വിളിക്ക്, അമ്മേനെ കൂട്ടി കൊണ്ടുപോകാൻ പറ, അച്ഛൻ മരിച്ചുപോയി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവള് പറഞ്ഞു, എന്തിനാ വിളിക്കുന്നത്? ഇത്ര കാലമായിട്ട് വിളിച്ചില്ലല്ലോ, സ്വന്തം ആവശ്യം വന്നപ്പോ വിളിച്ചു അല്ലേ? ആ സമയത്ത് ഒരു രംഗമുണ്ട്, മറക്കാനാവാത്ത രംഗം. നെടുമുടി വേണു ഇവളുടെ കയ്യും പിടിച്ചിട്ട് ഒരു പോക്ക.
അകത്ത് പോയിട്ട് അലമാര തുറന്നിട്ട് ഒരു കെട്ട് കത്ത് വാരി ഇട്ട് കൊടുത്തിട്ട് പറയാ, നോക്ക് നോക്ക്, ഇതെല്ലാം എൻ്റെ പൊന്നു മോന് വേണ്ടി ഞാൻ എഴുതിയ കത്താ. പക്ഷെ ഞാനല്ലേ ഓൻ്റെ അച്ഛൻ, ഒരു കത്തോൻ അങ്ങോട്ട് അയച്ചോളെ. ഒരു കത്ത് മോനയക്കട്ടെ എന്ന് അച്ഛൻ കാത്തു, അച്ഛനയക്കട്ടെ എന്ന് മോനും കാത്തു. പരസ്പരം മരണം വരെ കാണാൻ പറ്റിയോ? ഇല്ല. എന്തിനാ നമ്മൾ മസിൽ പിടിക്കുന്നത്? നമ്മൾ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, വയോജനങ്ങളോടും കുട്ടികളോടും സ്നേഹത്തിൽ പെരുമാറുന്ന വീടാണ് വീട്. വയോജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്താൽ പോരാ, അവർക്ക് പരിഗണന കൊടുക്കണം, അവരുടെ അടുത്ത് പോയി ഇരിക്കണം. നിങ്ങൾ സ്വന്തം പൈസ കൊണ്ട് കാറ് വാങ്ങുന്നതായിരിക്കും, പക്ഷെ ആ കാറ് വാങ്ങുമ്പോൾ അതിന്റെ കളർ ഏതാ, ഏത് കമ്പനിയാ വാങ്ങുന്നതെന്ന് ഒന്ന് വീട്ടിലിരിക്കുന്ന അച്ചാച്ചനോടും അമ്മമ്മയോടും ഒന്ന് ചർച്ച ചെയ്തൂടെ? വെറുതെ, അവർക്കൊന്നും അറിയില്ല, എന്നാലും എൻ്റെ മക്കൾ ചോദിച്ചല്ലോ എന്നൊരു ആശ്വാസമാണ്. അല്ലാതെ നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും കൊടുക്കലല്ല. എത്ര ഡ്രസ്സ് ഉണ്ടാവും അലമാരിയിൽ അട്ടി വെച്ചിട്ട്, എന്നിട്ട് ആരാൻ്റെ കൈക്കൽ തുണി പോലെ തുടുത്ത് നടക്കുന്നുണ്ടാ ചില വയോജന. എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ. വീട്ടിലിരിക്കുമ്പോഴും നല്ലത് ഉടുത്തിട്ടേ നടക്കാവൂ കേട്ടോ. ഇതിങ്ങനെ അട്ടി വെക്കും. പല വീട്ടിൽ ഈ നല്ല പളുങ്കിന്റെ കുപ്പിയും ഗ്ലാസും പ്ലേറ്റെല്ലാം കണ്ടിട്ടില്ലേ, അലമാരയിൽ വെച്ചിട്ട് നമ്മൾ വീട്ടുകാർ പൊട്ടിയെത്തുന്നു. ഇത് ആരെങ്കിലും വന്നാൽ തിന്നാൻ കൊടുക്കാനാ? ആര് വരുന്നു? നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് ഈ പാത്രം. ആ നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, അല്ലാതെ ആരെങ്കിലും വരാൻ കാത്തു വെക്കുക. നോ, നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നല്ല സ്നേഹം പ്രകടിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ വരാന്തയിൽ ഇറങ്ങുക. നമ്മുടെ സ്ത്രീകൾ രാവിലെ ഓർക്ക് കഴിഞ്ഞാൽ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കും. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ പല്ല് കേൾക്കുന്നതിന് മുമ്പ് 3 മിസൈലിൽ അങ്ങ് തീ കൊടുക്കും. ഗാസയിലേക്ക് 3 മിസൈൽ വിടും, എന്നിട്ട് അവർ പല്ല് കേൾക്കും. അതേപോലെ നമ്മളെന്ത് ചെയ്യുക, നേരെ അടുക്കള പേരിട്ട് 3 അടുപ്പിന് ടിക്ക് 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 3 അങ്ങ് തീ കൊടുക്കും. അല്ല, വാതിൽ തുറന്നിട്ട് മുറ്റത്തിറങ്ങ്, വരാന്തയിലിറങ്ങ്, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നോക്കൂ, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കൂ, മക്കളെയും കൂടി വിളിക്കേ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേരുന്ന പുരുഷോത്തമന്മാരും സ്ത്രീ ഉത്തമകളുമായി മാറ് നമ്മുടെ വീട്. അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്ക്. നിങ്ങൾക്ക് മക്കളോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലേ കാര്യമുണ്ടോ? അവർ വലുതായാൽ ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ട് കാര്യമില്ല, കുപ്പിയിൽ തേനുണ്ടായിട്ട് കാര്യമില്ല, ആ മൂടി തുറക്കാൻ പറ്റുന്നില്ലേ കാര്യമുണ്ടോ? നിങ്ങളുടെ കുപ്പിയാണ്, തേനുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, പക്ഷെ ഒരു തുള്ളി പുറത്തിറങ്ങില്ല, കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് മധുരതരമായി സംസാരിക്കുക, അവരുടെ മനസ്സിന്റെ കൂടെ നിൽക്കുക, അവർക്ക് കവിതകളും പാട്ടുകളും പറഞ്ഞു കൊടുക്കുക, അവർക്ക് അവരുടെ വ്യക്തി എന്നതിൽ ബഹുമാനിക്കുക. അല്ലാതെ നിങ്ങൾ ചോറ് കൊടുക്കുന്നതുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതുകൊണ്ട് നിങ്ങളുടെ മക്കൾ അടിമയാണെന്ന വിചാരം വേണ്ട. ചില രക്ഷിതാക്കൾ ചീത്ത പറയുന്ന കാണുമ്പോൾ ഈ കുട്ടികൾ വൈകുന്നേരം തിരിച്ചാടെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവർക്ക് പോവാൻ വേറെ വീടില്ല എന്നിട്ടാ, അവർക്ക് തിന്നാൻ വേറെ കിട്ടാഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയാം മക്കളെ. ആ മക്കൾ മുഴുവൻ, ആ ദേഷ്യം മുഴുവൻ തൽക്കാലം പേടിച്ചിട്ട് നിങ്ങളോടൊന്നും പറയില്ല, പക്ഷെ അത് മുഴുവൻ അക്കൗണ്ടിലിടും. ഇതെല്ലാം എപ്പോൾ എടുക്കുകയെന്നറിയോ? നിങ്ങൾ കിടക്കുന്ന ഒരു കാലം വരും, അത് മുഴുവൻ അവർ പലിശയ്ക്ക് പലിശ അടക്കം തിരിച്ചു തരും. അതുകൊണ്ട് മക്കളെ ശകാരിക്കാം, പക്ഷെ വെറുക്കരുത്. പിണങ്ങാം, പക്ഷെ ഒരു രാത്രിക്ക് മുമ്പേ പിണക്കം തീർത്തോളുക. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്, അവരെ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റപ്പെടുത്തരുത്. എങ്ങനെയുണ്ട് മോൻ, പഠിക്കുന്നുണ്ടോ? എന്ത് പഠിപ്പ്, ഓനിവിടെ ഗെയിമും കളിച്ചിരിപ്പല്ലേ എന്ന് ആളെ മുമ്പിൽ സ്വന്തം കുട്ടിയെ അപമാനിക്കരുത്. അവനും ഒരു അഭിമാനബോധമൊക്കെ ഉണ്ട്. മക്കളോട് വിമർശനമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുക, പക്ഷേ പരസ്യമായിട്ട് അവനെ പുകഴ്ത്തുക. നല്ല കാര്യങ്ങൾ 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ 45-ന് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കൂല, ആ 5 പോയി ഏത് ചോദ്യ തെറ്റിച്ച് കിട്ടാത്ത 5-നാ വില. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുക. അവർക്ക് രാവിലെ എണീറ്റാൽ ചില ആളുടെ വാട്സപ്പിൽ ഉച്ചവരെ ഗുഡ് മോർണിംഗ് അയക്കും. നാട്ടുകാർക്ക് എല്ലാം സ്വന്തം ഭാര്യയോട് മക്കളോട് ഒരു ഗുഡ് മോർണിംഗ് പറയോ? ഇല്ല. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കുക. ഇനി കുട്ടികളുടെ വ്യക്തിത്വ ബന്ധങ്ങൾ വളർത്തുന്നത് കുടുംബത്തിലുള്ള ആളെ കൊണ്ട് മാത്രമല്ല, വീട്ടിൽ വരുന്ന പൂമ്പാറ്റയും പൂക്കളും കിളികളും എല്ലാം കുട്ടിയുടെ വ്യക്തിത്വ വികാസം പോലെ തന്നെ അയൽവാസികൾ, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ, ഇടവലക്കാരില്ലേ, ഇടവലക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക. അപ്പോൾ ഇടത്തും വലത്തും ഉള്ളവരാ ഇടവലക്കാർ, മനസ്സിലായോ? അപ്പം മുമ്പിലും ബേക്കിലുള്ളവരോ തിരിഞ്ഞു നിന്നാൽ മതി, അപ്പം അവരെ ഇടവലക്കാരാവല്ലോ. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടമുള്ള മനുഷ്യർ, അവരെത്ര നമ്മളെ ഉപദ്രവിച്ചവരാണെങ്കിലും, അവര് എൻ്റെ അതിരുമ കൊണ്ടേറ്റ് മതിൽ കെട്ടിയവനാണെങ്കിലും, ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരാപത്ത് വന്നാൽ നിങ്ങള് ഗൾഫിലുള്ള മോൻ വന്നിട്ട് ആംബുലൻസ് പിടിച്ചു തരുമോ? ഇല്ല. അതുകൊണ്ട്
അയൽവാസികളുമായിട്ട് നല്ല ബന്ധങ്ങൾ. ആ ബന്ധം കുറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവും. അയൽവാസികളുമായിട്ട് അവരുടെ ഇടപെടലും കുട്ടികളുടെ വ്യക്തിത്വം വളർത്തും. അതുകൊണ്ട് നാട്ടുകാരും അയൽവാസികളും ഒക്കെയായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തുരക്ഷിക്കുക. അങ്ങനെ കാത്തുരക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ടാകും. ആ പ്രകാശത്തിൽ ദൈവമുണ്ടാകും. ഇരുട്ടിൻ്റെ ദൈവം ഉണ്ടാവോ? ഇല്ല. അന്ധകാരമുള്ളിടത്ത് ദൈവം ഇരിക്കില്ല. വെളിച്ചമുള്ളിടത്ത് വെളിച്ചമുണ്ടാവട്ടെ. ആ വെളിച്ചത്തിന് പറയുന്ന വാക്ക് ഭ എന്നാണ്. ഭ, ശോഭ. മനസ്സിലായോ? ആ ഭ ഉള്ളിലുള്ളവനെയാണ് ഭക്തൻ എന്ന് പറയാ. അല്ലാതെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടതയും വെച്ചിട്ട് നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശിയാൽ അതിനെ കൊണ്ടൊരു കാര്യമില്ല. അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മൂല്യാധിഷ്ഠിതമാക്കുക. അതിന് ആരാ മാറണ്ടേ? ആരാ? നാട്ടുകാരെല്ലാം മാറട്ടെ, എന്നിട്ട് ഞാൻ ശരിയാവാനോ? നമ്മൾ മാറണം. നമ്മൾ പൊരുത്തപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യണം. മനസ്സിലായോ? പൊരുത്തപ്പെടുകയും തിരുത്തപ്പെടുകയും. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നടക്കണമെന്ന് എല്ലാവരും തീരുമാനിച്ചാൽ ലോകത്ത് കുഴപ്പം തീരുവോ? ഓരോ ആൾക്കും ഓരോ സ്വാതന്ത്ര്യവും അഭിപ്രായവും ഉണ്ടാവും. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ഒരു രസമുണ്ടാവും. വ്യത്യസ്ത സ്വഭാവവും നമ്മളെ രൂപം പോലും വ്യത്യസ്തല്ലേ? എല്ലാ ആണുങ്ങളും നിവിൻ പോളിനെ പോലെ, എല്ലാ പെണ്ണുങ്ങളും ഐശ്വര്യ റോയിനെ പോലെ. എന്തെങ്കിലും രസം ഉണ്ടാവുമോ? നമ്മൾ വ്യത്യസ്തരായത് കൊണ്ടല്ലേ നമുക്ക് സൗന്ദര്യബോധം ഉണ്ടായത്. അതുപോലെ നമ്മുടെ ഭാവങ്ങളും വ്യത്യസ്തരാണ്, നമ്മുടെ ന്യായങ്ങളും വ്യത്യസ്തമാണ്. അതിനോട് നമ്മൾ പൊരുത്തപ്പെടാൻ പഠിക്കണം. അതിനാരാ തിരുത്തണ്ടേ? എല്ലാവരും തിരുത്തട്ടെ എന്നല്ല, നമ്മൾ തിരുത്തപ്പെടണം. അത്തരത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും രസകരമാകും. അത്തരത്തിൽ സമാധാനപൂർവ്വം സഞ്ചരിച്ചു നോക്കൂ. ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഇക്കിഗായി എന്ന പുസ്തകമാണ്. ജപ്പാനീസ് പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത ജപ്പാനിലെ ഒരു ഗ്രാമത്തെ പറ്റി, ഉഗിമി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെ പറ്റിയാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവരാണ്. നാട്ടിലെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ആയുസ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 ആൾ അവിടെ പോയി നടത്തിയ പഠനമാണ്. ഭക്ഷണം കൊണ്ടല്ല, മരുന്ന് കൊണ്ടല്ല, ഒന്നുമല്ല. ആ ഗ്രാമത്തിൽ ഒരാൾ പോലും തെറിവാക്ക് ഉപയോഗിക്കില്ല. ഒരാൾ പോലും ദേഷ്യപ്പെട്ടിട്ട് കച്ചറയാക്കില്ല. ഒരാളും കുറ്റം പറയില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുന്നില്ലേ എന്തോ തകരാറുണ്ടെന്ന. എല്ലാവരും പാട്ട് പാടും. തമാശകൾ കേട്ട് പൊട്ടിപ്പൊട്ടിച്ചിരിക്കും. ഒരു തമാശയെങ്കിലും ഒരു ദിവസം ഒരാൾ പറഞ്ഞിരിക്കണമെന്നാണ്. നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ ചില അച്ഛന്മാരെ കണ്ടിട്ടുണ്ടോ? ചിരിക്കൂല, ബുദ്ധിമുട്ട്. അതിനെല്ലാം ഊരചവിട്ടി മുറിക്കണ്ടേ? മക്കളൊരു തമാശ പറയുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തയ്യാറില്ല. പിന്നെ അയാളെന്ത് അച്ഛനാ, എന്തമ്മയാ? തമാശ പറഞ്ഞ് ചിരിക്കും, പാട്ടുകൾ പാടും. പാട്ടുപാടുന്ന വീടുണ്ടാവണം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഇവിടുന്ന് കിട്ടിയേ? രാമായണം പാട്ടല്ലേ? മഹാഭാരതം പാട്ടല്ലേ? മലയാളികൾ രാമനെ അറിഞ്ഞത് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട് കേട്ടിട്ടാ. നമുക്ക് കൃഷ്ണനെ അറിഞ്ഞത് ചെറുശ്ശേരിയുടെ കൃഷ്ണ പാട്ട് കേട്ടിട്ടല്ലേ? എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് കേട്ടിട്ടല്ലേ? പാട്ടുകളില്ലെങ്കിൽ പിന്നെ എന്ത് വീടാ? അതുകൊണ്ട് പാട്ടുപാടാൻ തുടങ്ങും. പാട്ടുപാടുന്ന വീട്, കഥ പറയുന്ന വീട്, പാട്ട് ആസ്വദിക്കുന്ന വീട്, പരസ്പരം വരാന്തയിൽ കൂടിയിരിക്കുന്ന വീട്. മനസ്സിലായോ? വരാന്തയിൽ കൂടിയിരിക്കുന്ന വീട്. TV പൂട്ടുക, മൊബൈൽ ഫോൺ പൂട്ടുക, കമ്പ്യൂട്ടർ പൂട്ടുക, ലാപ്ടോപ്പ് പൂട്ടുക, എല്ലാം പൂട്ടിയിട്ട് കണ്ണ് തുറക്കുക. കണ്ണുകളിലെ ആഴങ്ങൾ കാണുക. പരസ്പരം വട്ടത്തിലിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും TV കാണരുത്. മൊബൈൽ നോക്കിയിട്ടും TV കണ്ടിട്ടും ഭക്ഷണം കഴിക്കരുത്. TV കാണുമ്പോൾ ഈ പണിയെ നടക്കൂ, അതാ കുഴപ്പം. റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയെടുക്കാം. TV കാണുമ്പോൾ ഇതല്ലേ നടക്കൂ, അല്ലേ? അത് എൻ്റെ കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിന് തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി ആരെങ്കിലും ഭയ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിന ഇല്ല. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാ, അല്ലേ? അപ്പൊ TV കാണുമ്പോൾ ഇതങ്ങ് നടക്കൂ. അതിൻ്റെ ഇടയിൽ കൂറ പാത്രത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് മുളകാന്ന് വിചാരിച്ച് ചാരിച്ചു കൂട്ടുകയും ചെയ്യും, അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴും വട്ടത്തിലിരിക്കുക, കണ്ണിൽ നോക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ല വാക്കു ദൈവമേ കൈതൊഴാം കാക്കുമാറാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം,
നല്ല വാക്കോതുവാൻ, ആ നല്ല വാക്കുകൾ പറയുക. വാക്കുകൾ ഉണ്ടായത് സ്നേഹം പങ്കിടാനാണ്, തെറി പറയാനും കുറ്റപ്പെടുത്താനും അല്ല. ആക്രമിക്കാനല്ല വാക്ക്, സ്നേഹിക്കാനാണ് വാക്ക്. അത്തരം വാക്കുകൾ ഉപയോഗിച്ച് നല്ല സർഗാത്മകമായ കുടുംബ ബന്ധം ഉണ്ടാകുമ്പോ അത്തരത്തിലൊരു പ്രകാശം നടക്കുന്ന മനസ്സുമായിട്ട് ഈ ചേലേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ്, ആ മനസ്സ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശക്തിപ്പെടും. മനസ്സിലായോ? അല്ല, നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ദുഷ്ടതയും വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോകും. അതുകൊണ്ട് അമ്പലത്തിന്റെ വലിപ്പമല്ല, ഇതിന്റെ പരിസരത്ത് ജീവിക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിലെ പ്രകാശത്തിന്റെ വോൾട്ടേജാണ് ഒരു പ്രദേശത്തിന്റെ അമ്പലത്തിന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു ക്ഷേത്രമുറ്റത്ത് ഇത്തരത്തിലൊരു വിഷയം തെരഞ്ഞെടുത്ത ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ വന്നിരുന്നതിൽ, കേട്ടിരുന്നതിൽ നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന്, ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.